പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഇന്ന് ദീപം തെളിയിക്കും. ഇതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. 10 പള്ളിയോടങ്ങൾ ആദ്യത്തെ ദിവസത്തെ വള്ളസദ്യയിൽ പങ്കെടുക്കും. പാർത്ഥസാരഥിയുടെ കീർത്തനങ്ങൾ വഞ്ചിപ്പാട്ട് രൂപത്തിൽ പാട്ടുപാടി ഇനിയുള്ള 2.5 മാസക്കാലം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ മതിലകം ഭക്തി സാന്ദ്രമാകും. ആറന്മുളയിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യക്കാണ് ക്ഷേത്ര മതിലകം സജീവമായിട്ടുള്ളത്. ആദ്യത്തെ ദിവസം 10 പള്ളിയോടങ്ങൾക്കാണ് വള്ളസദ്യ പള്ളിയോട സേവാ സംഘവും ദേവസ്വം ബോർഡും സംയുക്തമായി ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം, ക്ഷേത്ര പരിസരം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ടാണ് ഭക്തജനങ്ങൾ ഈ വഴിപാട് വള്ളസദ്യക്ക് പങ്കെടുക്കാൻ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. ഇടശ്ശേരിമല, തെക്കേമുറി, ചെറുകോൽ തുടങ്ങി 10ലധികം പള്ളിയോടങ്ങൾക്കാണ് ആദ്യ ദിവസം വഴിപാട് നേർന്നിട്ടുള്ളത്. തുടർന്ന് ദേവസ്വം ബോർഡ് ഒരു ദിവസം 18 വള്ള സദ്യ തന്നെ നടത്താനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുമ്പിലാണ് വെറ്റ, പുകയില, നിറപറ, നിലവിളക്ക് എന്നിവയെല്ലാം ഒരുക്കി വള്ളസദ്യക്കുള്ള ആരംഭത്തിനുള്ള പ്രാരംഭ നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതിനു മുമ്പിൽ തന്നെയാണ് തൂശനില ഇട്ട് ഭഗവാന് 64 കറികളും പ്രസാദവും ഉൾപ്പെടെയുള്ളവ വിശിഷ്ട വ്യക്തികൾ വിളമ്പി വള്ളസദ്യക്ക് തുടക്കമാകുന്നത്. ഇനിയുള്ള 2.5 മാസക്കാലം ക്ഷേത്ര പരിസരം വള്ളസദ്യയും ഭഗവാന്റെ കീർത്തനങ്ങളാലും ഭക്തി മുഖരിതമാകും. ഇവിടെ തന്നെയാണ് ക്ഷേത്ര മതിൽ 1 ലക്ഷം പേർക്ക് പങ്കെടുക്കാവുന്ന അഷ്ടമി രോഹിണി വള്ളസദ്യ പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അതിന് ശേഷമായിരിക്കും ഉത്രട്ടാതി ജലമേള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അങ്ങനെ ഇനിയുള്ള 2.5 മാസക്കാലം ഭഗവാന്റെ ചൈതന്യം ഏറ്റുവാങ്ങാനായി നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ആറന്മുള ക്ഷേത്ര മതിലകത്തേക്ക് എത്തിച്ചേരുകയാണ്. തുടർന്നുള്ള സമയങ്ങളിലായിരിക്കും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ ബന്ധപ്പെട്ട പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ എത്തുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.